UFO എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇത് വെറും ഉഡായിപ്പല്ലേ എന്നുള്ളൊരു കാര്യമായിരിക്കും. അതിന്റെ പ്രധാന കാരണമാവട്ടെ ഇവിടെ തെളിവുകൾ ഇല്ല എന്നുള്ളതാണ്. ശാസ്ത്രത്തെ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്തുകൊണ്ടാണ് ഞാൻ UFOയിൽ വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന റിസർച്ച് ടൈപ്പ് വീഡിയോസ് എല്ലാം ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് പല സ്ഥലത്തേക്കും ട്രാവൽ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലുള്ള വീഡിയോസ് എല്ലാം മുൻകൂട്ടി എടുത്ത് അത് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാറാണ് പതിവ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് നല്ല രീതിയിലുള്ള പനിയായിരുന്നു. അതുകൊണ്ടാണ് പുതിയ വീഡിയോസ് ഒന്നും ഇടാഞ്ഞതും കമന്റ്സിൽ ഒന്നും റിപ്ലൈ തരാൻ കഴിയാത്തതും. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിലുള്ള പനിയുണ്ട്. എന്തായാലും എനിക്ക് ഈ വീഡിയോ ചെയ്യാണ്ടിരിക്കാൻ കഴിയില്ല. കാരണം UFO എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിന്റെ ക്രെഡിബിലിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി. ഒരുപക്ഷെ ഈ ലോകത്തിലെ നടന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ തെളിവുകളുള്ള ഒരു UFO ഇൻസിഡന്റ് കൂടിയാണ് ഇത്. അതുമാത്രമല്ല നാസ അടക്കം ഈ ഒരു സംഭവത്തെ പറ്റി ഒരുപാട് വർഷങ്ങളായിട്ട് സ്റ്റഡി ചെയ്തും വരുന്നുണ്ട്. അവർക്കും ഇതിനെ പറ്റിയിട്ട് ഒരു അക്ഷരം പോലും പറയാൻ കഴിയുന്നില്ല. എന്ത് തന്നെയായാലും ഈ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. ഒരു ലൈക്കും ഒരു കമന്റും ഒരു ഹൈപ്പും കൂടി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 1953 ഓപ്പറേഷൻ മെയിൻ ബ്രേസിൽ നടന്ന UFO ഇൻസിഡൻസ് എന്ന് പറയുന്നത് പല മൾട്ടിപ്പിൾ ടൈപ്സ് ആയിട്ടുള്ള UFOനെയാണ് അവർ കണ്ടത്. പല ലൊക്കേഷൻസിലായിട്ടാണ് കണ്ടത്. പക്ഷേ ഈ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരേ UFOനെ തന്നെ, അതായത് ഒരേ ഒബ്ജക്റ്റിനെ തന്നെ മൾട്ടിപ്പിൾ ആൾക്കാർ മൾട്ടിപ്പിൾ സമയത്ത് കണ്ടതായിട്ടാണ് പറയുന്നത്. അതും ഇത് സാധാരണ ആൾക്കാർ കണ്ട UFO ഇൻസിഡന്റ് പോലെയല്ല. ഇവിടുത്തെ പ്രൈമറി വിറ്റ്നസ് എന്ന് പറയുന്നത് ബെൽജിയം മിലിറ്ററി ആണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ഫോട്ടോഗ്രാഫുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം സംഭവിക്കുന്നത് നവംബർ മാസം 1989 മുതൽ ഏപ്രിൽ 1990 വരെയുള്ള കാലഘട്ടത്താണ്. ഇവിടുത്തെ ആദ്യത്തെ UFO എൻകൗണ്ടർ സംഭവിക്കുന്നത് നവംബർ 29 ബെൽജിയം ജർമ്മനി ബോർഡറിൽ വെച്ചിട്ടാണ്. ഈ ദിവസം വൈകുന്നേരം ഒരു 6 മണി സമയമായപ്പോൾ ബെൽജിയം മിലിറ്ററി ഒരു പെട്രോളിംഗ് പോലെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊരു ബോർഡർ ആയതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള മിലിറ്ററി പട്രോളിങ്ങും സർവ്വസാധാരണമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ 14 ഓഫീസേഴ്സ് നടക്കുന്ന 2 ഗ്രൂപ്പ് പട്രോളിംഗ് യൂണിറ്റ്സ് ഈ പറയുന്ന ബോർഡറിലൂടെ പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്രോളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സ്ഥലമെല്ലാം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ദിവസം വൈകിട്ട് ഏകദേശം ഒരു 6 മണി സമയം എത്തിയപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ഇതുവരെ അവരങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. അവരെന്ത് കണ്ടത് ഒരു ട്രയാങ്കുലർ ഷേപ്പ്, അതായത് ത്രികോണാകൃതിയിലുള്ള ഒരു UFOനെയാണ്. ഇവിടെ പട്രോളിംഗിൽ ഉണ്ടായിരുന്ന 14 ആൾക്കാരും ഈ ഒരു സംഭവത്തെ നേരിട്ട് കണ്ടതാണ്, അവരെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും മൊഴി അനുസരിച്ച് ഒരു തരത്തിലുള്ള ലൈറ്റ് ഈ പറയുന്ന ത്രികോണാകൃതിയിലുള്ള ആ ഒരു UFOയുടെ ചുറ്റിനും ഉണ്ടായിരുന്നു എന്നാണ്. അതായത് 3 കോർണറിലും ഓരോരോ ലൈറ്റ് വെച്ചുണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഒബ്ജക്റ്റിന്റെ നടുക്ക് ഒരു ചുവന്ന കളറിലുള്ള ലൈറ്റ് ഇങ്ങനെ കത്തുന്നതായിട്ടും പറയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്താ വെച്ചാൽ ഈ ഒരു ഒബ്ജക്റ്റ് ഒരു ലോ വോൾട്ടിറ്റ്യൂഡ്, അതായത് അധികം ഹൈറ്റിലൊന്നല്ല ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത്, ഒരു ചെറിയ ഹൈറ്റിലാണ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അത് വളരെയധികം സ്ലോ ആയിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണ ഒരു മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിലുള്ള ഒച്ച പുറപ്പെടുവിക്കും. പക്ഷേ ഈ 14 ആൾക്കാരും ഇതൊന്നും കേട്ടില്ല. വളരെ സൈലന്റ് ആയിട്ട് ഇത് ആകാശത്തൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവർ കണ്ടത്. ഇത് അധികം ഓൾട്ടിറ്റ്യൂഡിലല്ലാതെ അധികം ഹൈറ്റിലല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെന്തായാലും ഒരു ശബ്ദം പ്രതീക്ഷിക്കണം. പക്ഷെ ഇവർക്ക് അങ്ങനത്തെ ഒരു സംഭവമേ കേൾക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സംഭവമല്ല. ആ കാലത്ത് നമുക്കറിയാവുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഇങ്ങനത്തെ ഒരു സംഭവത്തിന് പറക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്താ വെച്ചാൽ ഈ കണ്ട ആൾക്കാരെല്ലാവരും മിലിറ്ററി ഓഫീസേഴ്സ് ആണ്. അവർക്ക് ഫ്ലൈറ്റ് എന്താണ്, ഒരു എയർക്രാഫ്റ്റ് എന്താണ്, ഒരു ഹോട്ട് എയർ ബലൂൺ എന്താണ്, ഒരു വെതർ ബലൂൺ എന്താണ്, അതൊക്കെ അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനുള്ള ട്രെയിനിങ് എല്ലാം അവർക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് വളരെയധികം ചെറിയ ഹൈറ്റിലൂടെ പറന്നു പോയത് കൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും ഇതിനെ നല്ല വ്യക്തമായിട്ട് കാണാനും പറ്റി. ഇങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടായത് കൊണ്ട് തന്നെ ഇവർ ആദ്യം തന്നെ ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള എയർ ട്രാഫിക് കൺട്രോളറുമായിട്ട് സമീപിക്കുക എന്നുള്ളതാണ്, അവരെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവർ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ എയർ ട്രാഫിക് കൺട്രോളർ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇവർ ബെൽജിയം എയർഫോഴ്സിനെ കാര്യം അറിയിച്ചു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി കമ്പൈൻഡ് ആയിട്ട് നോക്കിയപ്പോഴും അവിടെ ഒരു രീതിയിലുള്ള റേഡിയോ സിഗ്നൽസും കിട്ടിയിട്ടില്ല. അതായത് ഈ ഒരു എയർക്രാഫ്റ്റ്, അതായത് ഈ ഒരു ഒബ്ജക്റ്റിനെ ആ ഒരു എയർ സ്പേസിലുള്ളതായിട്ട് ഈ 2 കൂട്ടർക്കും മനസ്സിലായിട്ടില്ല. ഇവിടെ ആകെ ഈ ഒരു സംഭവത്തെ നേരിട്ട് കണ്ടിരിക്കുന്നത് ഈ 14 ഓഫീസേഴ്സ് ആണ്. ഇങ്ങനെ ഒരു എൻകൗണ്ടറിലൂടെ സംഭവിച്ചു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ തെളിവുകളാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ എയർ ട്രാഫിക് കൺട്രോളറുമായിട്ടും എയർഫോഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്തത്. പക്ഷെ അവിടെ നിന്ന് യാതൊരു രീതിയിലുള്ള ഡാറ്റ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവിടെ തെളിവുകളുടെ അഭാവം കൊണ്ട് ഈ ഒരു കേസ് അവിടെ വെച്ച് തീർന്നു പോകുന്നതാണ് ഇവരെല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ
150-ൽ കൂടുതൽ സിവിലിയൻ റിപ്പോർട്ട്സ് അതേ ദിവസം അതേ സമയത്ത് നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഈ 14 ഓഫീസേഴ്സ് കണ്ട അതേ സംഭവത്തെ 150-ൽ പരം ആൾക്കാർ കണ്ടതായിട്ടാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ടുള്ള എവിഡൻസ് വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ഇത് ഇങ്ങനത്തെ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഈ 14 ഓഫീസേഴ്സ് എന്താണ് കണ്ടത് അതിന്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ മാറി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ 150-ൽ പരം സിവിലിയൻ റിപ്പോർട്ട്സിന്റെ കേസുകളും ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പറയുന്നത് ഒരേ സംഭവം തന്നെയാണ്. ഈ പറഞ്ഞ 14 ഓഫീസേഴ്സും ഈ 150 സിവിലിയൻസ് കണ്ടത് ഒരേ സംഭവത്തിൽ തന്നെയാണ്. കാരണം ഇവര് എല്ലാവരും പറയുന്നത് ഒരേ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ്. ഈ ട്രയാങ്കുലർ ഷേപ്പ് ആണെന്നുള്ളതും അതിനകത്ത് 3 ലൈറ്റ് ഉണ്ടെന്നുള്ളതും ഇതിന് നടുക്ക് ഒരു റെഡ് ലൈറ്റ് ഉണ്ടെന്നുള്ളതൊക്കെ കംപ്ലീറ്റ്ലി സെയിം ആണ് ഇവരെല്ലാവരും പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്താ വെച്ചാൽ മിക്ക UFO ഇൻസിഡൻസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെ പോലെ ഒരു സാധാരണ ആൾക്കാർ കണ്ടതായിട്ടായിരിക്കാം. അതിനുശേഷമായിരിക്കാം ഈ പറയുന്ന മിലിറ്ററിയും കാര്യങ്ങളെല്ലാം എങ്ങനെ ഇടപെടുന്നതും അവരും കാണുന്നതും. പക്ഷേ ഈ ഒരു കേസിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇവിടുത്തെ ആദ്യത്തെ ഫസ്റ്റ് ഹാൻഡ് എൻകൗണ്ടർ എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ഓഫീസേഴ്സ് ആണ്. അതായത് ഈ 14 ഓഫീസേഴ്സ് ആണ്. അതിനുശേഷമാണ് ഈ പറയുന്ന സിവിലിയൻസ് ഒക്കെ വന്നിരിക്കുന്നത്. ഇത്തരം കേസുകളെല്ലാം വളരെ റയർ ആണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ 11, 1989 രാത്രി ഒരു 11 മണിയായപ്പോൾ ഇതേ സ്ഥലത്ത് ബെൽജിയം ജർമ്മനി ബോർഡറിൽ വെച്ച് തന്നെ ഒരു ഫാമിലി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പാടത്തിന്റെ നടുക്ക് എന്തൊരു സംഭവം ഇങ്ങനെ ഹോവർ ചെയ്ത് നിൽക്കുന്നതായിട്ട് അവരെല്ലാവരും ശ്രദ്ധിച്ചത്. ഇത് വളരെയധികം അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ശ്രദ്ധ അതിലേക്ക് തന്നെ ഇങ്ങനെ തിരിഞ്ഞു. ഇതൊരു ബോർഡർ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഇവർ ആദ്യം കണ്ടപ്പോൾ ഇതൊരു ഹെലികോപ്റ്റർ ആയിരിക്കും എന്നാണ് ഇവർ ആദ്യം വിചാരിച്ചത്. പക്ഷേ പിന്നീട് നോക്കിയപ്പോഴാണ് ഇതൊരു ഹെലികോപ്റ്റർ അല്ല. സാധാരണ ഒരു ഹെലികോപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കാറ്റിന്റെ ഒരു സംഭവങ്ങളൊക്കെ കാണണം. അതുമാത്രമല്ല ഈ ഒരു സംഭവം അധികം ഹൈറ്റിലല്ലേ നിൽക്കുന്നത്, ചെറിയൊരു ഹൈറ്റിലാണ് ഇങ്ങനെ പറന്ന് നിൽക്കുന്നത്. അതുമാത്രമല്ല ഇത് യാതൊരു രീതിയിലുള്ള ശബ്ദം ഉണ്ടാകുന്നില്ല. സാധാരണ ഒരു ഹെലികോപ്റ്ററിന്റെ യാതൊരു ക്യാരക്ടറിസ്റ്റിക്കും ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റിനെയാണ് ഇവർ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം ക്യൂരിയോസിറ്റി തോന്നി. ഇവർ വണ്ടിക്ക് പുറത്തിറങ്ങി ഇവരത് എന്താണെന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇവർ ആ ഒരു സംഭവത്തെ കാണുന്നത്. അതായത് നേരത്തെ ആ 14 ഓഫീസേഴ്സും ആ 150 ആൾക്കാരും കണ്ട അതേ സംഭവത്തെയാണ് ഇവരെ കൺമുന്നിലൂടെ ഇങ്ങനെ കാണുന്നത്. പക്ഷേ ഇവരോടൊപ്പം തന്നെ ഈ ഒരു ഒബ്ജക്റ്റിനെ 2 ബെൽജിയം നേവി ഓഫീസേഴ്സും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു UFO എൻകൗണ്ടർ ഉണ്ടായത് കൊണ്ട് തന്നെ ഈ 2 ഓഫീസേഴ്സും ഈ ഒരു സംഭവത്തെ സ്റ്റഡി ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഈ 2 പേരും കാറിന് പുറത്തിറങ്ങി ഇതിനെപ്പറ്റി ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അതോടെ അവർക്കൊരു കാര്യം മനസ്സിലായി. ഈ 14 റിപ്പോർട്ടുകളും ഈ 150-ൽ പരം സിവിലിയൻ റിപ്പോർട്ടുകളെല്ലാം ജെനുവിൻ ആണെന്നുള്ളതും അതവർ ശരിക്കും കണ്ടൊരു കാര്യമാണെന്നുള്ളതും ഇവർക്ക് 2 പേർക്കും മനസ്സിലായി. എന്നിട്ട് ഈ 2 പേരും വീണ്ടും കാറിലേക്ക് കയറി ഈ കാർ നേരെ ഈ UFO അടുത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന 2 മിലിറ്ററി ഓഫീസേഴ്സിൽ ഒരാൾ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ ആയിരുന്നു. കേണൽ ആൻഡ്രെ ആർണോൾഡ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഇവർ ഈ UFO പറന്ന് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു 100 മീറ്റർ ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ഈ വണ്ടി കൊണ്ടുപോയി നിർത്തിയത്. എന്നിട്ട് ഇദ്ദേഹം വണ്ടിക്ക് പുറത്തിറങ്ങി ഈ ഒരു സംഭവത്തെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നു. ഇതെങ്ങനെയാണ് ഇത് പറക്കുന്നതെന്നോ ഇതിന്റെ ടെക്നോളജി എന്താണെന്നോ ഒന്നും ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹത്തിന്റെ കൺമുന്നിൽ എന്ത് ടെക്നോളജിയാണ് നിൽക്കുന്നത് എന്ന് ഇദ്ദേഹത്തിന് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒരു എഞ്ചിനീയർ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ലോകത്തെ മുഴുവനും ഒരു എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂയിലാണ് എപ്പോഴും നോക്കിക്കാണുക. നമ്മുടെ കൈവശമുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ പറപ്പിക്കാം അല്ലെങ്കിൽ എയർബോൺ ആക്കാം എന്നതിനുള്ള ഒരു ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ നമുക്കറിയാവുന്ന ടെക്നോളജി ഉപയോഗിച്ചല്ല ഇത് പറക്കുന്നത്. നമുക്കറിയാൻ പാടില്ലാത്ത എന്തൊരു ശാസ്ത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സംഭവം പറക്കുന്നത് എന്നുള്ളൊരു റിയലൈസേഷൻ എനിക്കുണ്ട്. അതേ സംഭവം തന്നെയാണ് ഇദ്ദേഹത്തിനും ഈ ഒരു കേണലിനും ഉണ്ടായത്. ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷനോ അതോ നാച്ചുറലി സംഭവിക്കുന്ന ഒരു ഇവന്റോ അല്ല. ഇത് ശരിക്കും എന്തൊരു ശാസ്ത്രമാണ്. നമുക്ക് അറിയില്ലാത്ത എന്തൊരു സയന്റിഫിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പറക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് ഇദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നത്. അപ്പോ അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാണ്ട് ഇദ്ദേഹം ഇതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകളെല്ലാം വളരെയധികം ഫാസിനേറ്റിംഗ് ആണ്. ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണി അനുസരിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഫേസ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് തിരിഞ്ഞതായിട്ടാണ് പറയുന്നത്. എന്നിട്ട് ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് എന്തോ തരത്തിലുള്ള ഒരു പ്രകാശം, ഒരു ലേസർ പോലത്തെ ഒരു ലൈറ്റ്, വൈറ്റ് കളറാണ് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ള കളർ ലേസർ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ അടിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഒബ്ജക്റ്റ് വളരെയധികം വേഗത്തിൽ ആക്സിലറേറ്റ് ചെയ്ത് പറന്നു പോയതായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ ഒരു സംഭവം കമാന്നൊരു അക്ഷരം വേണ്ടുന്നുണ്ട്, ഒരു തുള്ളി സൗണ്ട് പോലും ഇത് ഉണ്ടാക്കുന്നില്ല. അപ്പോ
നമുക്കറിയുന്ന ഒരു ശാസ്ത്രം ഉപയോഗിച്ച് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവരുത്. യാതൊരു രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കാണ്ട് എങ്ങനെയാണ് ഈ ഒരു ഒബ്ജക്റ്റിന് പറക്കാൻ കഴിയുന്നത് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു സംഭവം പറന്നു പോയത്, ആക്സിലറേറ്റ് ചെയ്ത് പോയത് ശബ്ദത്തെക്കാൾ കൂടുതൽ സ്പീഡിലാണ്, അതായത് സൂപ്പർസോണിക് സ്പീഡിലാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ അതേ ദിവസം തന്നെ ഈ ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം. SOBEPS എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇവരുടെ ദൗത്യം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള UFO എൻകൗണ്ടേഴ്സിനെ എല്ലാം സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്യാരി ചെയ്തത്. അപ്പോൾ ഇവർ ആദ്യം തന്നെ ചെയ്തത് എന്താ വെച്ചാൽ ഈ പറയുന്ന ഒരു ഫാമിലി ഇല്ലേ, ആദ്യം ഈ ഒരു സംഭവത്തെ കണ്ട ഒരു ഫാമിലി ഇല്ലേ, അവരെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നിർത്തുകയും ചെയ്തു. ഈ പറഞ്ഞ ഓഫീസേഴ്സിനെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തുകയും ചെയ്തു. ഈ ഒബ്ജക്റ്റിനെ ആദ്യം കണ്ട ഈ ഒരു ഫാമിലി ആയിക്കോട്ടെ, പിന്നീട് കണ്ട ഈ ഒരു ഓഫീസേഴ്സ് ആയിക്കോട്ടെ, ഇവർക്ക് പരസ്പരം ബന്ധമില്ല. അതായത് ഈ ഫാമിലിക്ക് അറിയില്ല ഇവർ കണ്ട ആ ഒരു ഒബ്ജക്റ്റിനെ ഈ മിലിറ്ററി ഓഫീസേഴ്സ് നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം. അങ്ങനെ ഇവരെല്ലാവരും മാറ്റി മാറ്റി നിർത്തി ഇവരെന്താണ് കണ്ടേ എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഇവരെന്താണ് കണ്ടത് അതിന്റെ പടം വരയ്ക്കാനും പറഞ്ഞു. ഇവരെല്ലാവരും വരച്ചത് ഒരേ സംഭവം തന്നെയാണ്. ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു മിസ്റ്ററി എന്താ വെച്ചാൽ ഇവരിൽ ആരെങ്കിലും ഇതിനെപ്പറ്റി ചെറിയ രീതിയിലൊന്നും മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ആ വർഷം അവസാനത്തോടെ ഏകദേശം 500ഓളം റിപ്പോർട്ട്സ് ആണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ട്രയാങ്കുലർ ഷേപ്പ് UFOനെ പറ്റി. ഈ റിപ്പോർട്ടുകളിൽ മിക്കതും പറയുന്നത് ടൗണുകളുടെ മുകളിൽ ഈ പറയുന്ന ട്രയാങ്കുലർ ഷേപ്പുള്ള UFO ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ടും, കാറുകൾ ഫോളോ ചെയ്ത് പോകുന്നതായിട്ടും, പല സ്ഥലത്ത് ഇങ്ങനെ അപ്പിയർ ചെയ്ത് നിൽക്കുന്നതായിട്ടും, എല്ലാത്തിനും പറയുന്ന കോമൺ ഡീറ്റെയിൽ എന്താ വെച്ചാൽ ഇതിന് ഒരു ട്രയാങ്കുലർ ഷേപ്പാണ്. 3 കോർണറിൽ ലൈറ്റ് ഉണ്ട്, നടുക്കിൽ ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. വളരെയധികം വേഗത്തിലാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. സൗണ്ട് എന്ന് പറയുന്ന സംഭവം ഇത് ഉണ്ടാക്കുന്നില്ല. അപ്പോ ഇതാണ് ശരിക്കും അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് മാസങ്ങൾ മുന്നോട്ട് പോയി. 1990 മാർച്ച് 30 വരെ എത്തി. ഈ സമയത്താണ് ഈ ലോകോത്തര ഫേമസ് ആയിട്ടുള്ള ആ ഒരു UFO ഇൻസിഡന്റ് നടക്കുന്നത്. ആ ദിവസം രാത്രി 10 മണിയായപ്പോൾ ബെൽജിയത്തിലുള്ള നിരവധി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരുപാട് കോളുകൾ ലഭിക്കാൻ തുടങ്ങി. ഞങ്ങൾ എന്തോ സംഭവത്തെ ആകാശം ഇങ്ങനെ പറന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞ് നിരവധി കോളുകൾ ലഭിക്കാൻ തുടങ്ങി. ഇതിനു മുമ്പ് സംഭവിച്ച പോലെ തന്നെ ഒരുപാട് സിവിലിയൻസ് മാത്രമല്ല ഈ ഒരു സംഭവത്തെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, മിലിറ്ററി ഓഫീസേഴ്സും ഈ ഒരു സംഭവത്തെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് സംഭവിക്കാത്ത ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഈ ഒരു സംഭവത്തിന്റെ റേഡാറിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഈ ഒരു ഒബ്ജക്റ്റിനെ റേഡാറിൽ പിടിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഡാറ്റ ഉണ്ടായിരുന്നില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ തവണ റേഡാറിൽ പിടിച്ചപ്പോൾ അവർക്ക് ഒരുപാട് ഡാറ്റ കിട്ടി. പിന്നീടാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്, ഇവരെന്തിനെയാണ് നിരീക്ഷിച്ചു കൊണ്ടിരുന്നത് അത് നിസ്സാര സംഭവമല്ലായിരുന്നു. കാരണം ഈ ഒരു സംഭവത്തെ അവർ റേഡാറിൽ ഡിറ്റക്ട് ചെയ്തപ്പോൾ അവർ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ നേരം ഇങ്ങനെ റേഡാറിൽ ഡിറ്റക്ട് ചെയ്യുന്നതല്ലായിരുന്നു. അതിങ്ങനെ വരും പോവും ആ ഒരു രീതിയിലായിരുന്നു അവർക്ക് അവർ റേഡാറിൽ കണ്ടത്. അതുമാത്രമല്ല, ആദ്യത്തെ പ്രാവശ്യം ഈ സംഭവത്തെ അവർ റേഡാറിൽ പിടിച്ചു എന്ന് വിചാരിക്കാം. അത് ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ അപ്പിയർ ചെയ്യും, അത് കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകും. പിന്നെ അത് അപ്പിയർ ചെയ്യുന്നത് ഒരുപാട് കിലോമീറ്റർ അപ്പുറത്തായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ഒബ്ജക്റ്റ് ശബ്ദത്തെക്കാൾ കൂടുതൽ വേഗത്തിൽ ട്രാവൽ ചെയ്യുന്നതായിട്ടും റേഡാറിൽ നോക്കുമ്പോൾ അവർക്ക് കാണാൻ പറ്റി. ഇത് കണ്ടപ്പോൾ ഒരു ഏറ്റവും ആദ്യം വിളിച്ച് അന്വേഷിച്ചത് ഈ പറയുന്ന എയർ ട്രാഫിക് കൺട്രോളറുമായിട്ടാണ്. അതായത് എന്തെങ്കിലും ഒരു എയർക്രാഫ്റ്റ് ആ ഏരിയയിൽ പറന്നെടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ആ രാത്രി അവിടെ ഉണ്ടായിരുന്നില്ല. ഇതുകൂടി ഇപ്പോൾ മിലിറ്ററിക്ക് വളരെയധികം ക്യൂരിയോസിറ്റി തോന്നുകയും ഇതെന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി 2 F-16 ഫൈറ്റർ ജെറ്റുകളെ പറപ്പിച്ച് വിടുകയും ചെയ്തു. അങ്ങനെ ഈ 2 ഫൈറ്റർ ജെറ്റുകളും ഈ ഒബ്ജക്റ്റ് അടുത്തേക്ക് എത്തുകയാണ്. ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ ദൗത്യം എന്താ വെച്ചാൽ ഈ സംഭവത്തെ ട്രാക്ക് ചെയ്യാന്നുള്ളതാണ്. അതായത് ഈ ഒബ്ജക്റ്റിനെ ടാർഗറ്റ് സിസ്റ്റം ഉപയോഗിച്ച് ലോക്ക് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ എങ്ങനെയോ ഈ ഒരു ഒബ്ജക്റ്റിനെ ഇവർക്ക് റേഡാറിൽ ലോക്ക് ചെയ്യാൻ പറ്റി. ഇവിടം വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെയും ഓക്കെ എന്ന് പറയാം. പിന്നീട് സംഭവിച്ച കാര്യങ്ങളാണ് വളരെയധികം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളതും വളരെയധികം ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളത്. ഈ 2 ഫൈറ്റർ ജെറ്റും ഈ ഒരു സംഭവത്തെ റേഡാറിൽ ലോക്ക് ചെയ്തപ്പോൾ ഇതിനെന്തോ മനസ്സിലായ രീതിയിലാണ് ബിഹേവ് ചെയ്തത്. ഏകദേശം 10,000 അടി ഓൾട്ടിറ്റ്യൂഡിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫൈറ്റർ ജെറ്റ് ഈ ഒരു സംഭവത്തെ ലോക്ക് ചെയ്യുന്നത്. അതിനുശേഷം വെറും 5 സെക്കൻഡുകൾ കൊണ്ട് ആ ഒരു ഒബ്ജക്റ്റ് 10,000 അടി ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് 500 അടി ഓൾട്ടിറ്റ്യൂഡിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അതായത് 9,500 ഫീറ്റ് ദൂരം വെറും 5 സെക്കൻഡ് കൊണ്ടാണ് ഈ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തത്. ഈ ഒരു വേഗതനെ നമ്മൾ ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ 40-ൽ പരം G ഫോഴ്സുകളാണ് അതിൻ്റെ അകത്ത് ഒരു ബീയിങ്ങിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അതായത് അതിൻ്റെ അകത്ത് നിങ്ങൾ ഇരിക്കുക എന്ന് വിചാരിക്കുക, ഇത്രയും സ്പീഡിൽ ഒരു സംഭവം താഴത്തേക്ക് ഇങ്ങനെ വരിക എന്ന് വിചാരിക്കുക. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റിയുടെ 40 ടൈംസ് കൂടുതൽ ഗ്രാവിറ്റിയാണ്.
അത്രയധികം ഗ്രാവിറ്റി ഒരു മനുഷ്യർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. അത് മനുഷ്യരുടെ കാര്യം മാത്രമല്ല ഇവിടെ പറയുന്നത്. ഈ ഒരു ഒബ്ജക്റ്റ് ഇത്രയധികം വേഗത്തിൽ താഴത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഒബ്ജക്റ്റിന്റെ എൻറ്റയർ ഷേപ്പ് ഒരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരു മെറ്റൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ മെറ്റൽ ചളങ്ങി അല്ലെങ്കിൽ മടങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അത്രയധികം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത് എക്സ്പീരിയൻസ് ചെയ്യും. ഇവിടെ ഞാൻ പറയാൻ വിട്ടോയ ഒരു ഡീറ്റെയിൽ ആണ് ഈ ഒരു ഒബ്ജക്റ്റിന്റെ വലിപ്പം എന്തോരം ഉണ്ടെന്നുള്ളത്. ഒരു ഫുട്ബോൾ ഫീൽഡിൽ അത്രയും വലിപ്പമുള്ള വലിയൊരു ഒബ്ജക്റ്റിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ഒബ്ജക്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഫുട്ബോൾ ഫീൽഡിന്റെ അത്രയും വലിപ്പമുള്ള ഒരു ഒബ്ജക്റ്റ്, ട്രയാങ്കുലർ ഷേപ്പുള്ള ഒരു ഒബ്ജക്റ്റ് 10,000 അടി ഉയരത്തിൽ നിന്ന് 500 അടി ഉയരത്തിലേക്ക് വെറും 5 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്യാൻ കഴിയാന്ന് പറയുന്നത് ഫിസിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് ഇമ്പോസിബിൾ അല്ല എന്നുള്ളതിനുള്ള ഒരു റേഡാർ ഡേറ്റ, അതായത് തെളിവുകൾ നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങളിപ്പോൾ ഈ കാണുന്നത് 1990 ഏപ്രിൽ ആയപ്പോൾ ഈ പറയുന്ന കമ്മിറ്റി റിലീസ് ചെയ്ത UFO ഇമേജസ് ആണ്. ഇത് ഇത്രയധികം ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഇത് ഡീബങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഏജൻസികൾ, അതായത് നാസ ഉൾപ്പെടെ ഒരുപാട് ഏജൻസികൾ ഇങ്ങനെ പുറത്തേക്ക് വന്നായിരുന്നു. അവർ ഈ പറയുന്ന റേഡാർ ഡേറ്റയും ഈ പറയുന്ന ഇമേജസ് എല്ലാം മൾട്ടിപ്പിൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കും ഈ ഒരു സംഭവത്തെ ഡീബങ്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഇതെന്താണെന്നുള്ളത് ഇവർക്ക് ആർക്കും പറയാനും കഴിയുന്നില്ല. 2025 ഈ ഒരു ദിവസം വരെ അവരെന്താണ് അവിടെ കണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു ഇൻഫോർമേഷൻ ഇപ്പൊ നമുക്ക് അവൈലബിൾ അല്ല. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ 2011 ഈ ഫോട്ടോഗ്രാഫി എടുത്ത ഒരു വ്യക്തി ഇങ്ങനെ പുറത്തു വന്ന് പറയുകയാണ്, ഞാൻ ഈ ഫോട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കൃത്രിമ രീതിയിലാണെന്നുള്ളത്. അതായത് ഈ ഫോട്ടോ ഫേക്ക് ആണെന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പുറത്തു വന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തത് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തും കാണിച്ചു. ഇത് കേൾക്കുമ്പോൾ നമ്മളിൽ മിക്കരും വിചാരിക്കുക ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു കേസാണെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ ഫോട്ടോ മാത്രമാണ് ഡീബങ്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതോ ഇത് മനഃപൂർവ്വം അങ്ങനെ ഒരാൾ ഡീബങ്ക് ചെയ്യിപ്പിച്ചതാണോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ അറിയില്ല. കാരണം ഇത് അത്യാവശ്യം ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു മിസ്റ്ററി എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ ഐ വിറ്റ്നസസ് ഉണ്ട്. അതുമാത്രമല്ല ഈ പറഞ്ഞ റേഡാർ ഡേറ്റ് ഒന്നും ഒരിക്കലും കൃത്രിമമായിട്ട് ഉണ്ടാക്കാനും കഴിയില്ല. ഏകദേശം 2000 കൂടുതൽ ഐ വിറ്റ്നസ് ഉള്ള ഒരു UFO കേസും കൂടിയാണ് ഇത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ എന്റെ തൊണ്ടയ്ക്ക് നല്ല രീതിയിൽ പ്രശ്നമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെയായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.